നീ കല്യാണം കഴിക്കാൻ തോന്നുന്നു. ഹാപ്പിയാണോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇത്ര ഒരുങ്ങിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ടല്ല ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു കൊച്ചു സർപ്രൈസ് കൊടുക്കാൻ പോവാട്ടോ. ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മയ്ക്ക് അറിയാം ഞാൻ എന്തോ തരുന്നുണ്ടെന്ന്, പക്ഷേ കുഞ്ഞ് കേക്കോ അങ്ങനെ എന്താണ് ആണെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും വലിയൊരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഞാൻ ആദ്യമായിട്ടോ കൊടുക്കാൻ പോകുന്നത്. കാരണം എനിക്ക് ഇപ്പോഴാണ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. കാരണം പണ്ട് ഞാൻ കുഞ്ഞ് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, കൈ വെച്ച് ഉണ്ടാക്കുന്ന കാർഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാൻ പോവാണ് ബർത്ത്ഡേക്ക്. ഞാൻ എൻ്റെ കസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഒരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാൻ ഒരു പ്ലാൻ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അവനെ വിളിച്ചു, അവനിപ്പോൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ ഒരുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായി, ഇതുവരെ ആയിട്ട് അവൻ വന്നിട്ടില്ല. വേറെ ആർക്കും അറിയത്തില്ല, അവനും എനിക്ക് മാത്രം അടുത്തോളൂ ഞങ്ങളൊരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാൻ പോകുന്നത്. അവനിപ്പോൾ വരും. ഗേറ്റ് ക്ലോസ് ആക്കി ഇറങ്ങാം, കാരണം ഇവിടെ അമ്മ ഇല്ല കേട്ടോ, അമ്മ ഓഫീസിൽ പോയിരിക്കുക. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഗേറ്റ് അടയ്ക്കണം. ഏകദേശം ഞാൻ 1 മണിക്കൂറാട്ടോ ഇവനെ നോക്കി വെയിറ്റ് ചെയ്ത് വെളിയിൽ നിന്നത്. ഞാൻ എന്റെ ലൈഫിൽ ഈ ഇടയ്ക്കൊന്നും ഇത്രത്തോളം എക്സൈറ്റഡ് ആയ ഒരു ദിവസം ഇല്ലാട്ടോ. അത്ര ഹാപ്പി ആട്ടോ ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാട്ടോ ഈ സർപ്രൈസസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പണ്ടേ ആഗ്രഹിച്ച ഒരു കാര്യമാട്ടോ എനിക്ക് സ്വന്തമായിട്ട് എപ്പോൾ ഏൺ ചെയ്യാൻ പറ്റും, അപ്പൊ എന്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് മേടിച്ചു കൊടുക്കണം എന്ന്. ഇപ്പോഴാട്ടോ എനിക്ക് അതിന് പറ്റിയത്. എന്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള എല്ലാം ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ മേടിച്ചു കൊടുക്കും. ഞാൻ ഡയമണ്ടിന്റെ ഒരു റിങ്ങോ പിന്നെ ഒരു ബ്രേസ്ലെറ്റോ മേടിക്കാനാട്ടോ മെയിൻ ആയിട്ട് ഇവിടെ വന്നത്. പക്ഷെ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് മൂക്കുത്തിയാണ് ഏറ്റവും ഇഷ്ടമായത്. 2 മാസം മുന്നേ എനിക്കൊരു റിങ് മേടിച്ചു തരാൻ വേണ്ടി ഞാനും അമ്മയും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അന്ന് അമ്മ അവിടുത്തെ മൂക്കുത്തിയൊക്കെ ഞാൻ നോട്ടായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാട്ടോ ഈ മൂക്കുത്തി. പക്ഷെ അന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് മേടിച്ചില്ല. അന്ന് ഞങ്ങൾ ഇവിടുന്ന് റിങ് മാത്രം മേടിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. അപ്പോഴേ ഞാൻ വിചാരിച്ചാട്ടോ ഈ ബർത്ത്ഡേക്ക് എന്തായാലും ഈ ഒരു മൂക്കുത്തി മേടിച്ചു കൊടുക്കണം എന്ന്. അമ്മയ്ക്ക് നോക്കാനാ വന്നെങ്കിലും എനിക്കാട്ടോ അവിടുത്തെ എല്ലാം ഇഷ്ടമായത്. നമ്മുടെ ഗേൾസിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഒരു ഷോപ്പിൽ കൊണ്ടുവന്നാൽ പിന്നെ നമ്മൾ എങ്ങനെയായിരിക്കും. ഞാൻ അവിടുത്തെ കുറെ ജ്വല്ലറീസ് ഒക്കെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കി, ഇട്ട് നോക്കിയിട്ട് തിരിച്ച് ഊരി കൊടുക്കാനും തോന്നിയില്ലാട്ടോ. അത്രയ്ക്ക് ഭംഗിയത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ആട്ടോ സ്റ്റാർട്ടിങ് തന്നെ. രണ്ടും കൂടെ ആവുമ്പോ 8 ലക്ഷം രൂപയ്ക്കാട്ടോ ഈ ഒരു സെറ്റ് കിട്ടുന്നത്. ഞാൻ ഇപ്പൊ ഇട്ടേക്ക് ഈ ഒരു സെറ്റിന് 4 ലക്ഷം രൂപയാട്ടോ വരുന്നത്. 8 ലാക്കോ? എനിക്കിത് ഊരാൻ തോന്നുന്നില്ല. ഞാൻ ചെയ്യാ ഊരി കൊടുക്കാൻ സമയം ഇല്ല. ഏറ്റവും വിലപിടിപ്പുള്ള സാധനം ഈ ഒരു കുഞ്ഞു പെട്ടിക്കകത്താണുള്ളത്. ഇനി കൊണ്ടു കൊടുക്കാം. അമ്മ ഓഫീസിൽ നിന്ന് വന്നു കാണും. ഇല്ലാട്ടോ നമ്മുടെ ഗിഫ്റ്റ് ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്ര ഓവർ റിയാക്ട് ചെയ്യുന്നത്, ഇത്രയും ചെറിയ സാധനമല്ലേ എന്ന്. ഇതങ്ങനെയല്ല കേട്ടോ, ഇതെൻ്റെ ഒരു കഷ്ടപ്പാടാണ് ഈ ഒരു ചെറിയ സാധനം. ഞാനിപ്പോൾ ഈ ഒരു 10 രൂപയുടെ മുട്ടായി കൊടുത്താലും ഇല്ലെങ്കിൽ എന്ത് കൊടുത്താലും എൻ്റെ അമ്മ ഒരേ റിയാക്ഷൻ ആയിരിക്കും കേട്ടോ വരുന്നത്. 10 രൂപയുടെ മുട്ടായി കൊടുത്താലും ഒരു ഡയമണ്ട് മേടിച്ചു കൊടുത്താലും എൻ്റെ അമ്മയ്ക്ക് ഒരേ റിയാക്ഷൻ ആയിരിക്കും. എന്ത് കൊടുത്താലും ഹാപ്പി ആയിരിക്കും. പക്ഷേ അപ്പം ഇതാട്ടോ മൂക്കുത്തി. രസമില്ലേ? കൊടുക്കാം. അകത്ത് നമ്മളിപ്പോൾ ചെറുതായിട്ടൊരു കേക്ക് മുറിക്കും. കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഓൾ കേക്ക് സെറ്റ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കത്തി കാണാതായി കേട്ടോ. അങ്ങനെ അടുക്കളയിൽ ഇരുന്നൊരു കത്തിയൊക്കെ എടുത്തോണ്ട് വന്നിട്ടാട്ടോ മുറിക്കുന്നത്. എന്നാലും ഇതിന്റെ കത്തി എവിടെ പോയി? കേക്കിന്റെ കേക്ക് സെറ്റ്. റോക്കി കം കം ജോയിൻ. ഒരാള് വാടാ, അമ്മയുടെ കേക്ക് മുറിക്കാൻ പോവാ. Happy birthday to you, happy birthday to you, happy birthday dear. ചെറുക്ക് ഇവിടെ അടിയോ? ഹാപ്പിയാണോ? കേക്ക് അമ്മ റോക്കിക്ക് കൊടുത്തില്ലല്ലോ. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു റിയാക്ഷൻ ആണ് ഈ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ഞാൻ കണ്ടത്. അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാട്ടോ ഈ ഒരു മൂക്കുത്തി ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമെന്ന്. അമ്മ ഇത് കണ്ടതും ഭയങ്കരമായിട്ട് കരഞ്ഞു കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലാട്ടോ കരയുന്നൊക്കെ. ഇതിനാ പറയുന്നത് സന്തോഷം കണ്ടിരുന്നു. എന്റെ മനസ്സ് നിറഞ്ഞൊരു നിമിഷമാട്ടോ ഇത്. എനിക്ക് അറിഞ്ഞൂടെ എന്താ പറയണ്ടേന്ന് തന്നെ. എന്റെ ലൈഫില് എനിക്ക് എന്തൊക്കെയോ നേടിയെടുത്തൊരു ഫീൽ ആട്ടോ എനിക്കിപ്പോ തോന്നിയത്. ഞാനിപ്പോ പറഞ്ഞിട്ട് ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു റിയാക്ഷൻ കാണാൻ പറ്റില്ലായിരുന്നു. ഇതിപ്പോ കിട്ടാതെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായത്. എന്റെ അമ്മയ്ക്കായിട്ടൊന്നും അങ്ങനെ മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മ ഇതുവരെ അങ്ങനെ ആഗ്രഹങ്ങളോ
സ്വപ്നങ്ങളോ ഒന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾ ചെയ്തു തരുന്ന സമയത്ത് അമ്മയുടെ തന്നെ ആഗ്രഹങ്ങളൊക്കെ മറന്നു പോയിട്ടേ ഉള്ളൂ. ഞാൻ എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് എനിക്ക് വേണ്ടി എപ്പോഴും സഹായിച്ചു തരും കേട്ടോ എന്റെ അമ്മ. അത്ര വലുതാണെങ്കിലും എന്റെ അമ്മ എങ്ങനെയാണെങ്കിലും എനിക്കത് ചെയ്തു തരാറ്. ഈ ഒരു മുക്കുത്തിയാട്ടോ ഞാൻ മേടിച്ചത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണേ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ ഒരു മുക്കുത്തി നേരിട്ട് കാണാൻ വേണ്ടിട്ട്. അമ്മയ്ക്ക് ഇട്ടിട്ടാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ആദ്യമായിട്ടാട്ടോ എന്റെ അമ്മയ്ക്ക് എന്റെ സെലക്ഷൻ ഇത്ര ഇഷ്ടപ്പെടുന്നത്.